ഫൈനൽ എക്സാമിന് 6 മാർക്കിനോ 8 മാർക്കിനോ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സെമിനാർ പേപ്പർ എന്ന് പറയുന്നത്. സെമിനാർ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കാറുണ്ട്. ജനറലി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വേറെ ഒരു ഡിസ്കോഴ്സ് ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സെമിനാർ പേപ്പർ തയ്യാറാക്കുക എന്ന് പറയുന്നത്. സെമിനാർ പേപ്പർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിൻ്റെ വളരെ ചുരുക്ക വിശദീകരണമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരിക. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ എക്കോ ക്ലബ് ഇൻ യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ സെമിനാർ on environmental conservation and restoration of indigenous culture for sustainable development. You are presenting a paper on this. Prepare the seminar paper എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാ പ്രാവശ്യം ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് വിശദമായിട്ട് അവിടെ ഒരു ടോപ്പിക് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എൻവയൺമെൻറ്റൽ കൺസർവേഷൻ ആണ്, അതായത് പ്രകൃതിയെ സംരക്ഷിക്കലും റീസ്റ്റോറേഷൻ ഓഫ് ഇൻഡിജീനിയസ് കൾച്ചർ, അതായത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സംസ്കാരങ്ങളുണ്ടാകും, ആ സംസ്കാരങ്ങളെ നിലനിർത്തുന്നതിലും അല്ലെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത നിലനിൽപ്പിന് അനുയോജ്യമായിട്ടുള്ള എന്താ പറയുക ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ പുരോഗതി, ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സെമിനാർ പേപ്പർ തയ്യാറാക്കുന്നത്. സെമിനാർ പേപ്പറിൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടെത്തലുകൾ ഒരു അവതരണമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, ആ വിഷയം ഏതാണെന്നുള്ളത് ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു ടൈറ്റിൽ വേണം. 2, ഒരു ഓപ്പണിംഗ് പാരഗ്രാഫിൽ എന്താണ് തീം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായ പോലെ വിശദീകരിക്കണം. ഇനി 1-2 പാരഗ്രാഫുകൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്. അതൊരു കുറിപ്പ് പോലെയാണ് തയ്യാറാക്കേണ്ടത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഒന്നും ഇല്ല. ഇനി അവസാനമായിട്ടുള്ള കൺക്ലൂഡിങ് പാരഗ്രാഫിൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ തന്നെ അവസാനം ഒന്ന് സമ്മപ്പ് ചെയ്യാം. ശരി, ഇനി ഇതൊരു എന്താ പറയുക, ഇതൊരു വിഷയമായ ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ, അതായത് സംസ്കാരങ്ങളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ വേണം ഇവിടെ, അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു എൻവയൺമെൻറ്റൽ കൺസർവേഷൻ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നമുക്ക് സജഷൻസ് കൊടുക്കാം, അതായത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് സജഷൻസ് കൊടുക്കാം, എങ്ങനെ നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശയങ്ങൾ നമുക്കവിടെ പറയാം. ഇതിൻ്റെ ഒരു മോഡൽ ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ ടൈറ്റിൽ കൊടുത്തത് നിങ്ങൾ നോക്കിയേ, ടൈറ്റിൽ ഞാൻ ഇതാണ് കൊടുത്തത്, എൻവയൺമെൻറ്റൽ കൺസർവേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ദ ഇൻഡിജീനിയസ് കൾച്ചർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇത് ക്വസ്റ്റ്യൻ എന്ന് ചൂണ്ടിയെടുത്തതാണ്, ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ല. നിങ്ങൾക്ക് ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ലാണ്ടെങ്കിൽ ഇതന്നെ കൊടുത്തെങ്കിലും ആരും നിങ്ങളുടെ മാർക്ക് കളയുന്നില്ല. ഇനി നമ്മൾ 1ാമത്തെ പാരഗ്രാഫിൽ എന്താണ് ടോപ്പിക് എന്നുള്ളത് പറയാണ്. Environmental conservation is very important for protecting earth and future generation. Today, pollution, deforestation, overuse of natural resources have created many environmental problems. നമ്മൾ എന്താണ് വിഷയം എന്നുള്ളത് ഈ ഒരു ഫസ്റ്റത്തെ പാരഗ്രാഫിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. Indigenous cultures lived in harmony with nature and their way of life teaches us how to protect the environment. ഈ ഒരൊറ്റ പാരഗ്രാഫിൽ തന്നെ എന്താ വിഷയം എന്നുള്ളത് പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെയല്ല പറയേണ്ടത്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ടുഡേ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ സെമിനാർ പേപ്പറിൽ നമ്മൾ കുറച്ചും കൂടെ എക്സ്ക്ലൂസീവ് അല്ല, കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് കാര്യങ്ങൾ പറയണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഓരോ വിഷയത്തിലേക്ക്, അതായത് നമ്മുടെ മെയിൻ തീമിലേക്ക് ഇങ്ങനെ മെല്ലെ ആയിട്ട് വന്നാൽ മതി. ഓക്കെ, എൻവയൺമെൻറ്റൽ കൺസർവേഷൻ മീൻസ് പ്രൊട്ടക്ട്. ഇനി എന്താണെന്നുള്ളത് മെയിൻ ഐഡിയാസിലേക്ക് വരാണ്. എൻവയൺമെൻറ്റൽ കൺസർവേഷൻ മീൻസ് പ്രൊട്ടക്റ്റിംഗ് ഫോറസ്റ്റ്, അതായത് കാടുകളെ സംരക്ഷിക്കുക, റിവേഴ്സ് നദികളെ സംരക്ഷിക്കുക, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. Indigenous communities followed eco-friendly practices such as organic farming, saving water and using natural resources carefully. ഇനി എന്തിനാണ് നമ്മൾ ഇത്തരം എന്താ പറയുക ഇൻഡിജീനിയസ് കൾച്ചേഴ്സിന്, അതായത് പാരമ്പര്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ, അതായത് സംസ്കാരത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്? കാരണം ഇൻഡിജീനിയസ് ആയിട്ടുള്ള, അതായത് കാടിനെ ദ്രോഹിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രകൃതിയെ ദോഷം ചെയ്യാത്ത രീതിയിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ഈ ഇൻഡിജീനിയസ് കൾച്ചറിൻ്റെ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അവർ ഓർഗാനിക് ഫാമിംഗ് ആണ്, അതായത് ഒരു തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാത്ത, വെള്ളത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള, നാച്ചുറൽ റിസോഴ്സസിനൊക്കെ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്തിരുന്ന കമ്മ്യൂണിറ്റി ആയിരുന്നു ഇത്തരം ആളുകൾ എന്ന് പറയുന്നത്. Their traditional knowledge helped maintain balance in nature and protect biodiversity. നമ്മുടെ ആവാസ വ്യവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ ഈ പ്രകൃതിയിലൊരു ബാലൻസ് കൊണ്ടുവരാനില്ലേ ഇത്തരം പ്രാക്ടീസുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സംസ്കാരങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ടത്.
റീസ്റ്റോറിംഗ് ഇൻഡിജീനിയസ് കൾച്ചർ ഹെൽപ്സ് അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതുകൊണ്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ഇത്തരം സംസ്കാരത്തിനെ തിരിച്ചു കൊണ്ടുവരൽ മാത്രമേ ഉള്ളൂ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത ഡെവലപ്മെന്റ് ഇവിടെ കൊണ്ടുവരാൻ. അതിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. അത് മാത്രമേ വഴിയുള്ളൂ. ട്രഡീഷണൽ പ്രാക്ടീസസ് എൻകറേജസ് സിമ്പിൾ ലിവിങ്, കമ്മ്യൂണിറ്റി ഷെയറിംഗ് ആൻഡ് റെസ്പെക്ട് ഫോർ നേച്ചർ. പ്രകൃതിയെ ബഹുമാനിച്ചുകൊണ്ടും കമ്മ്യൂണിറ്റി തമ്മിലുള്ളൊരു ടൈറ്റ്ലി നിറ്റഡ് ബോണ്ടും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ജീവിക്കുന്നതിൻ്റെ പാഠങ്ങളൊക്കെ ഇത്തരം കൾച്ചറിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. By combining modern science and traditional knowledge, we can reduce environmental damage and use resources wisely. വളരെ ബുദ്ധിപരമായിട്ട് നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും രണ്ടും പാരഗ്രാഫ്, ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തു, 2-3 പാരഗ്രാഫ് നമ്മൾ ഇതിൻ്റെ മെയിൻ ഐഡിയാസ് പറഞ്ഞു. ഇനി അവസാനത്തെ പാരഗ്രാഫ് അല്ലെങ്കിൽ അവസാനത്തെ ഒരു 2 സെൻറ്റൻസ് നമ്മൾ ഇതിനെത്രയും കൺക്ലൂഡ് ചെയ്യാം. ഇൻ കൺക്ലൂഷൻ, എൻവയൺമെൻറ്റൽ കൺസർവേഷൻ ആൻഡ് ഇൻഡിജീനിയസ് കൾച്ചർ ആർ ക്ലോസ്ലി ലിങ്ക്ഡ്. അതായത് നമ്മൾ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഇൻഡിജീനിയസ് കൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അത് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സാധനമാണ്. പ്രൊട്ടക്ടിങ് നേച്ചർ ആൻഡ് റെസ്പെക്ടിങ് ട്രഡീഷണൽ വിസ്ഡം ആർ എസെൻഷ്യൽ ഫോർ സസ്റ്റൈനബിൾ ആൻഡ് ഹെൽത്തി ഫ്യൂച്ചർ. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭാവിയെ നമുക്ക് മുന്നിൽ വാർത്തെടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വിസ്ഡം, അതായത് ഭൗതികമായിട്ട് ഇത്തരം പരമ്പരാഗതമായിട്ടുള്ള പല കാര്യങ്ങളും പല പ്രാക്ടീസുകളും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിനുള്ള വലിയൊരു പരിഹാരമാകും എന്നും നമുക്ക് ഈ ഒരു സെമിനാർ പേപ്പറിൽ പറയാൻ പറ്റും. എന്നാൽ സെമിനാർ റിപ്പോർട്ട് ഇങ്ങനെയല്ല തയ്യാറാക്കേണ്ടത്. സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരുപാട് സെമിനാർ പേപ്പറുകൾ ഒരു സെമിനാർ നടത്തുന്ന സമയത്ത് കണ്ടക്ടിങ് സെമിനാർ എന്ന് പറയുന്നുണ്ടാവും. ആ ഒരു സെമിനാറിൽ ഇതുപോലത്തെ ഒരുപാട് സെമിനാർ പേപ്പറുകൾ അവതരിപ്പിക്കുന്നുണ്ടാവും. അതിൻ്റെ എല്ലാം കൂടെ ഒരു സമ്മിങ് അപ്പാണ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുക, സെമിനാർ റിപ്പോർട്ടിൽ തയ്യാറാക്കുക. ഇന്ന പരിപാടി നടത്തി, ഇന്നതായിരുന്നു മെയിൻ തീം, ഇന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുത്തു, ഇന്ന സമയത്ത് പരിപാടി തുടങ്ങി, ഇന്ന വെന്യൂവിൽ വെച്ചിട്ടായിരുന്നു പരിപാടി നടത്തിയത്, പരിപാടി അടിപൊളിയായിട്ട് നടന്നു. ഇത്രയും കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ നമ്മൾ എഴുതേണ്ടത്. സെമിനാർ പേപ്പറിലേക്ക് വരുമ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം, മറ്റൊരു വിഷയം നമുക്ക് സംസാരിക്കാം, മറ്റൊരു ഡിസ്കോസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. I'll see you there. Bye bye.